കേരളത്തിന്റെ നെല്ലറ എന്ന് വിളിക്കപ്പെടുന്ന പാലക്കാട് പ്രകൃതി സൗന്ദര്യത്തിന്റെയും സമ്പന്നമായ സംസ്കാരത്തിന്റെയും സംഗമഭൂമിയാണ്. പശ്ചിമഘട്ടത്തിലെ പാലക്കാടൻ ചുരം ഈ ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നു. അപൂർവ സസ്യജന്തുജാലങ്ങളുള്ള സൈലന്റ് വാലി നാഷണൽ പാർക്കും പ്രകൃതി സ്നേഹികൾക്ക് മറക്കാനാവാത്ത അനുഭവമാണ് നൽകുന്നത്. പാലക്കാടിന്റെ മടിത്തട്ടിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന അട്ടപ്പാടി പ്രകൃതിരമണീയമായ മലകളും വനങ്ങളും നിറഞ്ഞ പ്രദേശമാണ്. ഷോളയൂർ, പുതൂർ, അഗളി എന്ന മേഖലയാണ് അട്ടപ്പാടി എന്നറിയപ്പെടുന്നത്. അട്ടപ്പാടിയുടെ തനിമ ഇവിടുത്തെ ഗോത്ര സമൂഹത്തിലാണ്. മുടുകർ, ഇരുളർ, കുറുമ്പർ തുടങ്ങിയ വിഭാഗക്കാർ പ്രകൃതിയോട് ചേർന്നു നിൽക്കുന്ന ഒരു ജീവിതശൈലി പിന്തുടരുന്നു. തനതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അട്ടപ്പാടിയിലെ ഗോത്രവിഭാഗങ്ങളുടെ തനതായ ജീവിതശൈലിയും കൃഷിയിലുള്ള അവരുടെ വൈദഗ്ധ്യവും ഈ പ്രദേശത്തിന്റെ സാംസ്കാരിക സമ്പത്തിനെ കൂടുതൽ സമ്പന്നമാക്കുന്നു. ഈ മണ്ണിലെ സാധാരണക്കാരുടെയും ആദിവാസി സമൂഹത്തിന്റെയും കണ്ണീരൊപ്പാനും അവരെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കാനും 1969 ഒരു നിയോഗം അവിടെ എത്തി. CMI സന്യാസി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആ ദൗത്യം അട്ടപ്പാടിയുടെ സാമൂഹിക ഭൂപടം തന്നെ മാറ്റിമറിച്ചു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയാത്ത ഒരു സമൂഹമായിരുന്നു അന്ന് അട്ടപ്പാടിയിലേത്. സ്കൂളിൽ പോകാത്ത ആദിവാസി കുട്ടികളെ കണ്ടെത്തി അവർക്ക് ഭക്ഷണവും സുരക്ഷിതമായ താമസവും ഒരുക്കാൻ CMI സഭ ഒരു ചിൽഡ്രൻസ് ഹോം, ബാലഭവൻ ആരംഭിച്ചു. ഇവിടെ താമസിച്ച് അടുത്തുള്ള സ്കൂളുകളിൽ പഠിച്ച കുട്ടികൾ പിൽക്കാലത്ത് അട്ടപ്പാടിയുടെ കരുത്തായി മാറി. അക്കാലത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ് തുടർപഠനം എന്നത് അട്ടപ്പാടിയിലെ പല കുട്ടികൾക്കും അപ്രാപ്യമായിരുന്നു. ഈ പ്രതിസന്ധി തിരിച്ചറിഞ്ഞ ഫാദർ ബെനറ്റ് കുര്യൻ ഒരു പാരലൽ കോളേജിന് രൂപം നൽകി. ഉപരിപഠനത്തിന് വഴിയില്ലാതെ പോകുമായിരുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് അതൊരു വലിയ ആശ്വാസമായി. പ്രാരംഭഘട്ടത്തിൽ BCom അടക്കമുള്ള കോഴ്സുകൾ ഇവിടെ വിജയകരമായി നടന്നുപോന്നു. 1988 അട്ടപ്പാടിയുടെ സാമൂഹിക സേവന രംഗത്ത് മറ്റൊരു നിർണായക വർഷം. ഫാദർ രൂബർട്ട് പാനിക്കുളത്തിന്റെ നേതൃത്വത്തിൽ ആസോ, അട്ടപ്പാടി സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ പിറവിയെടുത്തു. ആദിവാസി സമൂഹത്തിന്റെയും കുടിയേറ്റ കർഷകരുടെയും ഉന്നമനം മാത്രമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. 1989 മുതൽ 1997 വരെയുള്ള കാലയളവിൽ വിദേശ സംഘടനയായ കാൾ ക്യൂബ് ഫൗണ്ടേഷനുമായി സഹകരിച്ച് ആസോ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. കൃഷി, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെല്ലാം കാതലായ മാറ്റം കൊണ്ടുവരാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചു. അട്ടപ്പാടിയുടെ മണ്ണിൽ വികസനത്തിന്റെ വിത്തുകൾ പാകാൻ നബാർഡുമായി ചേർന്ന് നമുക്ക് സാധിച്ചു. 2 ഘട്ടങ്ങളിലായി നടപ്പിലാക്കിയ ട്രൈബൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റിലൂടെ അഗളിയിലെ ഗോത്രവർഗക്കാർക്ക് കാർഷിക ഉന്നമനവും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കി. ശുദ്ധജലവും സുസ്ഥിരമായ കൃഷിയുമാണ് ഏതൊരു സമൂഹത്തിന്റെയും അടിസ്ഥാനം. 2000 മുതൽ 2018 വരെ ജലനിധി പ്രോജക്റ്റിലൂടെ ആയിരക്കണക്കിന് വീടുകളിൽ നാം ശുദ്ധജലമെത്തിച്ചു. നബാർഡുമായി ചേർന്ന് വാട്ടർഷെഡ് പദ്ധതികളിലൂടെ മണ്ണും ജലവും സംരക്ഷിച്ചു. ഇന്ന് ഫുഡ് ഫോറസ്റ്റ് പദ്ധതിയിലൂടെ 10 കർഷകർക്ക് 40 തൈകൾ വീതം നൽകി. വരും തലമുറയ്ക്കായി നാം കാടുകൾ നട്ടുപിടിപ്പിക്കുന്നു. സ്ത്രീകളുടെ കരുത്ത് സമൂഹത്തിന്റെ കരുത്താണ്. സർവീസ് പ്രൊവൈഡിംഗ് സെന്ററിലൂടെ അതിക്രമങ്ങൾ നേരിടുന്നവർക്ക് താങ്ങാവാനും സ്കിൽ ട്രെയിനിങ്ങിലൂടെയും MEDP പദ്ധതികളിലൂടെയും അവരെ സ്വയം തൊഴിൽ പഠിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞു. ഇന്ന് കർഷക കൂട്ടായ്മകളായ FPOകളിലൂടെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ വില അവർ ഉറപ്പാക്കുന്നു. കുട്ടികളുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല. ചൈൽഡ് ലൈൻ, കാവൽ പ്ലസ് പദ്ധതികളിലൂടെ പ്രയാസമനുഭവിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ സംരക്ഷണം നൽകുന്നു. പ്രശീത പ്രോവിൻസുമായി ചേർന്ന് ലഹരിക്കെതിരെ ഒരു തലമുറയെ നാം ബോധവൽക്കരിക്കുന്നു. സ്വന്തമായൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും ഊർജ്ജ കിരൺ പദ്ധതിയിലൂടെ പരിസ്ഥിതി സൗഹൃദമായ ഒരു ജീവിതശൈലി രൂപപ്പെടുത്താൻ നാം മുന്നിലുണ്ട്. ഇടനിലക്കാരില്ലാത്ത വിപണി, കർഷകന് അർഹമായ ലാഭം, ഇതാണ് അട്ടപ്പാടി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ലക്ഷ്യം. ആസോയുടെ നേതൃത്വത്തിൽ 2016 തുടങ്ങിയ ഈ കൂട്ടായ്മയിൽ ഇന്ന് 392 കർഷകർ പങ്കാളികളാണ്. കൃഷിയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്. കാട്ടുതേൻ, റാഗി, ചാമ തുടങ്ങി പ്രകൃതിദത്തമായ ഒട്ടേറെ വിഭവങ്ങൾ ഇപ്പോൾ ഔട്ട്ലെറ്റുകൾ വഴി നേരിട്ട് ഉപഭോക്താക്കളിലേക്കെത്തും. ഗുണമേന്മയുള്ള ഉൽപ്പന്നം ഉപഭോക്താവിന്, കൂടുതൽ ലാഭം കർഷകന്. അട്ടപ്പാടിയുടെ കരുത്തായി ഈ കർഷക കൂട്ടായ്മ വളരുന്നു. സ്പ്രിംഗ്ഷെഡ് പ്രോജക്റ്റ് പ്രകൃതിയുടെ വരദാനമായ നീരുറവകളെ വീണ്ടെടുക്കാനും സംരക്ഷിക്കാനുമായി
നബാർഡിന്റെ സഹകരണത്തോടെ 2023 മുതൽ സ്പ്രിംഗ്ഷെഡ് പ്രോജക്ട് നടപ്പിലാക്കി വരുന്നു. 300 ഏക്കറോളം വരുന്ന പ്രദേശത്തെ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ശാസ്ത്രീയമായ രീതികളിലൂടെയാണ് ഇവിടെ ജലസംരക്ഷണം സാധ്യമാക്കുന്നത്. നീരുറവകളെ സംരക്ഷിക്കാൻ കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച സ്പ്രിംഗ് ബോക്സുകളും, മണ്ണൊലിപ്പ് തടയാൻ ഗള്ളി പ്ലഗുകളും, ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ കല്ല് കയ്യാലകളും നിർമ്മിക്കുന്നു. കൂടാതെ ജലം സംഭരിക്കാൻ കരിങ്കൽ ഭിത്തിയുള്ള കളക്ഷൻ പോണ്ടുകളും ഒരുക്കുന്നു. കൃഷിയെയും പരിസ്ഥിതിയെയും ഒരുപോലെ ചേർത്തുപിടിക്കുന്നതാണ് ഈ പദ്ധതി. മണ്ണ് ജല പരിശോധനയിലൂടെ ശാസ്ത്രീയ ജൈവകൃഷി രീതികൾ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നു. പ്ലാവ്, തെങ്ങ്, ജാതി, കുരുമുളക് തുടങ്ങിയ വൈവിധ്യമാർന്ന തൈകൾ വിതരണം ചെയ്ത് മിശ്രകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു. ആസോ പദ്ധതി വന്നതിൽ ഞങ്ങൾക്ക് ആട് തന്നു, അതേമാതിരി തെങ്ങും തൈ, കമുക് തന്നു, കശുവണ്ടി നെല്ലിയൊക്കെ തന്നതൊക്കെ പോയി. ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് കമുകും തെങ്ങും ആട് കൃഷി. കുഴപ്പമില്ല. ആസോയിലേക്ക് ബന്ധപ്പെട്ടാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഞങ്ങൾക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി തന്നത് നമ്മുടെ ബിജു അച്ഛനാണ്. കാരണം ഞങ്ങളതിലേക്ക് പങ്കെടുക്കുകയും ചെയ്തു. അച്ഛൻ ഞങ്ങളുടെ ഒപ്പം വന്നിട്ട് ഞങ്ങളെ സഹായിച്ച് ഇവിടെ സ്റ്റാഫുകളെ വിട്ട് അന്വേഷിച്ചു ആരൊക്കെ കൃഷി ചെയ്തില്ല എന്നൊക്കെ അന്വേഷിച്ചാണ് ബിജു അച്ഛൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ കുടിവെള്ളത്തിന് പറഞ്ഞാൽ കുടിവെള്ളത്തിന് ഒരു കിണർ കുത്തി തന്നു. അത് കിണർ അപ്പുറത്തുണ്ട്. പരിസ്ഥിതി സൗഹൃദ ഊർജ്ജത്തിനായി സോളാർ പാനലുകളും തുള്ളി ജലസേചനവും നടപ്പിലാക്കുന്നു. 9 അംഗ വില്ലേജ് വാട്ടർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 397 കുടുംബങ്ങളാണ് ഈ പദ്ധതിയുടെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നത്. പ്രകൃതിയെ കരുതലോടെ സംരക്ഷിക്കാം, നാളെയുടെ സമൃദ്ധിക്കായി. കഴിഞ്ഞ 38 വർഷമായി ആസോ എന്ന പ്രസ്ഥാനം കരുണയുടെയും കരുതലിൻ്റെയും അടയാളമായി നമ്മുടെ ഇടയിലുണ്ട്. വിവിധ പദ്ധതി നിർവഹണങ്ങളിലൂടെ അനേകായിരം ജീവിതങ്ങളെ സ്പർശിച്ചുകൊണ്ട് ആസോ യാത്ര ഇന്നും തുടരുകയാണ്. സർക്കാരുമായി കൈകോർത്തുകൊണ്ട് കാവൽ പ്ലസ്, സർവീസ് പ്രൊവൈഡിംഗ് സെൻറ്റർ തുടങ്ങിയ നിർണായകമായിട്ടുള്ള പദ്ധതികൾ ആസോ ഇന്ന് വിജയകരമായി നടപ്പാക്കി വരുന്നു. പ്രകൃതിക്കായുള്ള കരുതൽ എന്ന നിലയിൽ നബാർഡുമായി സഹകരിച്ചുകൊണ്ട് സ്പ്രിംഗ്ഷെഡ് പ്രോജക്റ്റും കർഷകർക്ക് കരുത്തായി അട്ടപ്പാടി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയും ആസോയുടെ മേൽനോട്ടത്തിൽ സ്തുത്യർഹമായി പ്രവർത്തിച്ചു വരുന്നു. ലക്ഷ്യബോധത്തോടെ ജനങ്ങളിലേക്ക് സമഗ്രമായ പുരോഗതി എത്തിക്കുക എന്ന ദൗത്യം ഇന്നും തുടരുകയാണ്. കൂടുതൽ കരുത്തോടെ, കൂടുതൽ വ്യക്തതയോടെ.